വന്നത് ഈ നമ്മുടെ ഇതെന്റെ പെങ്ങളാ കേട്ടോ, കുട്ടികളെ പെങ്ങളാ. നിങ്ങൾ എല്ലാവരുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ കളത്തിപ്പടിക്കൽ പറഞ്ഞ സ്ഥലത്ത് ഒരു കട നടത്തുമായിരുന്നു. ഭക്ഷണം ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കഞ്ഞി കപ്പ ഒക്കെ കൊടുക്കുമായിരുന്നു. ഞാൻ അവിടെ പോയി അത് കഴിക്കുമായിരുന്നു. കഴിക്കുമ്പോൾ എന്നോട് നിഷ പറയും, ഇവിടെയുള്ള ഈ അമ്മമാരും അച്ഛന്മാരും അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന നല്ല രുചിയായിരുന്നു അത് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങൾക്ക് നല്ല രുചിയായിരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ചോണ്ട് അവിടെ പോയി, വഴിയിലുള്ള കടയല്ലേ, അപ്പൊ ഈ ബസ്സിൽ പോകുന്നവരൊക്കെ നോക്കി ഇങ്ങനെ ഈ അച്ഛൻ ഇങ്ങനെ അവിടെ പോയി ഇങ്ങനെ കഴിക്കുന്ന എന്താണെന്നൊക്കെ നോക്കും. പക്ഷെ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരെ ഒന്ന് കാണണമല്ലോ, കാണണമെന്ന് പറഞ്ഞ് ഞാൻ ഈ നിഷ പരിചയപ്പെടുക നമ്മുടെ വിനയുണ്ടല്ലോ, വിനയെ പരിചയപ്പെട്ടു യൂണിവേഴ്സിറ്റി വെച്ച്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിവിടെ വന്നത്. അന്ന് ദിവസം നല്ല ദിവസം ക്രിസ്മസ് ആണ് അല്ലേ, ലോകത്തിലെ എല്ലായിടത്തും സന്തോഷവും കണ്ടില്ലേ, വിളക്കും പ്രകാശമുള്ള ദിവസമാണ്. നല്ലൊരു ദിവസം, മനോഹരമായ ദിവസം. അതുകൊണ്ട് ഇന്ന് നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണാനായിട്ട് ഇടയായാലും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ഒരു വലിയ നമുക്ക് നടത്തണ്ട. ഞാൻ നിങ്ങൾ പറഞ്ഞു ചെമ്പരത്തി പൂവാണ് എന്ന് പറഞ്ഞു. ഈ ചെമ്പരത്തി പൂ എന്ന് പറയുന്നത് സാധാരണ പൂവാണെങ്കിലും ഉണ്ടല്ലോ, തിളച്ച ഒരു മഗ് രണ്ട് മഗ് കൊണ്ടുവന്നോ. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തിൽ ചെയ്യാൻ പറ്റുന്നറിയാം. എനിക്ക് നിങ്ങളെക്കാളും പ്രായമുള്ള ആളാ അല്ലേ? എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് പറയാമോ? എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് പറയാമോ? എനിക്ക് 76 വയസ്സുണ്ട്, 76 വയസ്സുണ്ട്. അപ്പൊ 76 അപ്പൊ കണ്ടില്ലേ, 8 വയസ്സിന് കുറവാണ് ഈ അമ്മ പറഞ്ഞത് അല്ലേ? അതിന് കാര്യം ശ്രമിക്കണം. ഞാന് പൊതുവെ എല്ലാവരും നമ്മളെ അമ്മ എന്നല്ല പറയാം, നമ്മൾ ദേവകി അമ്മ, ഏരിയ അമ്മ അല്ലേ, ശോഷ അമ്മ ഇങ്ങനെ പറയുന്നോണ്ടൊക്കെ പറഞ്ഞതാ കേട്ടോ. എല്ലാരും നമ്മുടെ അമ്മ കൂട്ടി ബഹുമാനമാണ്. മലയാളത്തിൽ അമ്മ ചേർത്ത് പറയുന്നത് വലിയ ബഹുമാനമാണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു. അതെ കുറ്റതെ. അപ്പം തിളച്ച വെള്ളമല്ലേ ഞാന് തിളച്ച കുറച്ചില്ല, ഞാന് ഈ തിളച്ച വെള്ളത്തിലേക്ക് ചെമ്പരത്തിപ്പൂ ഇടുകയാണ് ഒരെണ്ണത്തിൽ കേട്ടോ. അപ്പൊ ചെമ്പരത്തിപ്പൂ ഇതിനകത്ത് ഇടുക കേട്ടോ. പിന്നെ ശംഖുപുഷ്പം ഉണ്ട് കണ്ടോ. ശംഖുപുഷ്പം ഈ വെള്ളത്തിലോട്ട് ഇടും നിങ്ങൾ. എന്നിട്ട് ഞാൻ 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇത് മാജിക്കൊന്നും ആയിരുന്നു, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങളുടെ അടുക്കളയിലൊക്കെ നന്നായിട്ട് പാചകം ചെയ്യുന്നവരാണല്ലോ, അതുപോലത്തെ സംഗതികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ചുറ്റുപാടുള്ള സംഗതികളെ നമ്മൾ തിരിച്ചറിയുന്നില്ല, നല്ല കാര്യങ്ങൾ. അതുകൊണ്ട് അതൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോ ഇത് കൊണ്ടുവന്നത് കേട്ടോ. ചെമ്പരത്തിപ്പൂ വെള്ളത്തിലിട്ട വെള്ളത്തിന് നിറയുന്നതായിരിക്കും. ചുവപ്പാണ്, ചുവപ്പ് വളരെ ശരിയാണ്, വളരെ ശരിയാണ്. അപ്പൊ ഞാനിത് പിന്നെ എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചാൽ, ദിവസവും ഞാൻ കുടിക്കുന്ന ഒരു സാധനം ഇത്. എന്റെ മുറ്റത്ത് ചെമ്പരത്തിയുണ്ട്, മുറ്റത്ത് ശംഖുപുഷ്പമുണ്ട്. ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ ഞാനിത് വെള്ളത്തിലിട്ട് കുടിക്കും. കുടിച്ചാല് നിങ്ങൾ ആയുർവേദ ഡോക്ടർമാരോട് ചോദിച്ചു നോക്കണം, ഒത്തിരി ഗുണങ്ങൾ ഈ പൂവിനുണ്ട്. പലതരത്തിലുള്ള വിറ്റാമിനുണ്ട്, പലതരത്തിലുള്ള സംഗതികൾ നമ്മുടെ ദഹനത്തിന് നല്ലതാണ്. നമ്മൾ
നമ്മുടെ തലയ്ക്ക് നല്ലതാണ്, നമ്മുടെ ഹൃദയത്തിന് നല്ലതാണ്, ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇതിപ്പം ഈ ആന്റി പറഞ്ഞതുപോലെ കണ്ടോണം നിങ്ങള്. ഓ കളർ മാറി അല്ലേ? ഈ കളർ നിങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടമുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ കളറ് പക്ഷെ അതിന്റെ അകത്ത് പൂട്ട് കുറഞ്ഞു പോയി. അത് ശരിയാ, പൂ കുറഞ്ഞു പോയി. അതാ പാചകം അറിയാവുന്നവർ പറഞ്ഞെങ്കിലേ അത് മനസ്സിലാവുള്ളൂ. ഞാൻ പാചകം ചെയ്യുന്ന കിട്ടുന്നൊക്കെ ഇടുന്നുള്ളൂ, അളവൊന്നുമില്ല, അത് ശരിയാകില്ല. അത് കൃത്യം അറിഞ്ഞ് അളവോടുകൂടി ഇട്ടാൽ നല്ല ഭംഗിയാവും. അപ്പൊ ഇത് ശരിയാകുമ്പോഴത്തേക്ക് ഇതിന്റെ നിറം കാണിക്കാം കേട്ടോ. ഇതെന്താ ഇതിന്റെ നിറം? ഇതിന്റെ നിറം നീല കളർ അല്ലേ? നീല കളറാണ്, നല്ല നിറമാണ്, നീല കളറാണ്. അപ്പൊ ഇത് ചെമ്പരത്തി, ഇത് ശംഖുപുഷ്പം. എന്നിട്ട് ഇത് ഇനിയിപ്പം മാറ്റാം. ഇട്ട ഉടനെ ചെമ്പരത്തിയുടെ നിറമാണ് ഇളയി മാറിക്കോളും. ഉണ്ടോ? ഇപ്പൊ നല്ല 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 ഇനി ഇതെന്നറിയോ? നാരങ്ങ, ചെറുനാരങ്ങ. ചെറുനാരങ്ങ ഞാൻ പിടിക്കാൻ പോവാണ്. അതിന്റെ കളർ മാറുന്നു കേട്ടോ. ഉണ്ടോ? നല്ല നിറമല്ലേ? നല്ല നിറം. ഇതാണ് ഇനിയും കണ്ടോളൂ. ഇത് ശംഖുപുഷ്പം നീലയാന്ന് നിങ്ങൾ പറഞ്ഞു അല്ലേ? ഇപ്പൊ കണ്ടോ? ഉണ്ടോ? വയലറ്റ് കളറായി, നീല വയലറ്റായി അല്ലേ? നല്ലതല്ലേ? ഇനിയിപ്പം വേണമെങ്കിൽ ഇതങ്ങ് കുടിക്കാം, ഒരു കുഴപ്പമില്ല. ഇനി ഇച്ചിരി രുചിയൊക്കെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ ഉപ്പ് ചേർക്കാം. നാരങ്ങ വെള്ളം നിങ്ങൾ കുടിക്കുകയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഉപ്പോ പഞ്ചസാരയോ അതിൻ്റെ അത് ചേർത്തൊക്കെ കുടിക്കുമ്പോൾ രുചി മാത്രമല്ല നല്ല പോഷക ഗുണമുള്ള സാധനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ചെമ്പരത്തി എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് ആർക്കും വേണ്ട ചെമ്പരത്തി. പക്ഷെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല സംഗതിയാണ്. അപ്പൊ ഇത് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, എന്റെ മോളും കൊച്ചുപിള്ളേരും അവർ തിരുവനന്തപുരത്താണ്. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കും. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം ഉള്ള ഒരു ചെറു പരിപാടി ഈ മുറ്റത്തുള്ള ഇലകളും പൂക്കളും ഒക്കെ ഇങ്ങനെ പറിച്ചെടുക്കുക, അതുകൊണ്ട് പരീക്ഷണം നടത്തുക. അങ്ങനെ ഒരു പരീക്ഷണമാണ് ഞാൻ നിങ്ങളെ കൊണ്ട്. അപ്പൊ ഇതിനും നമ്മളത് കുറച്ചേ ഉള്ള, കാരണം എല്ലാവർക്കും കുടിക്കാനൊന്നും കിട്ടുകയില്ല. എന്നാലും നിങ്ങൾക്ക് അത് കാണിക്കാൻ വേണ്ടി വന്നത്. എന്തിനാണെന്നറിയാമോ? നമുക്ക് എത്ര പ്രായമായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഈ ആന്റി പറഞ്ഞു 76 വയസ്സുള്ള എന്നെ കണ്ടപ്പോൾ ആന്റി പറഞ്ഞത് 68 എന്നാ പറഞ്ഞത് അല്ലേ? 68. അപ്പൊ നമുക്ക് എത്ര പ്രായമായാലും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ മനസ്സ് ചെറുപ്പമാണെങ്കിൽ നമ്മള് ചെറുപ്പമാണ് അല്ലേ? സത്യമുള്ള കാര്യമാണ്. മനസ്സ് ചെറുപ്പമാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മളെല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ്, ഞാനിപ്പോ 6:30 മണിയാവും പുറത്തിറങ്ങും. ചിലപ്പോൾ നേരത്തെ എഴുന്നേൽക്കും, പക്ഷെ രാവിലെ ഇറങ്ങിയിട്ട് മുറ്റത്തൂടെ എല്ലാം നടക്കും. ഈ ഓരോ ചെടിയുടെ അടുത്ത് പോയിട്ട് ചെടിയെ ഒന്ന് ഇങ്ങനെ അനുഗ്രഹിക്കും, കൈവച്ച് അനുഗ്രഹിക്കുമല്ലോ നമ്മൾ അല്ലേ? നല്ല കൈവച്ച് അനുഗ്രഹിക്കുകയല്ലേ? എല്ലാത്തിനും ഒന്ന് അനുഗ്രഹിക്കും. കാരണം എന്താ, ഈ ചെടി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ഞാൻ ചോദിക്കുക, മനുഷ്യൻ എല്ലാം ഇവിടെ നിന്ന് ഇല്ലാതായെന്നിരിക്കട്ടെ ലോകത്തിൽ, ഈ ചെടികൾക്കും മൃഗങ്ങൾക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? നമ്മളാരും ഇല്ലെന്ന് വിചാരിക്കട്ടെ. ഈ ഭൂമിയിൽ ചെടികളുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, അവർക്ക് മീനുണ്ട്, അവർക്ക് വല്ല കുഴപ്പമുണ്ടാവും നമ്മളില്ലെങ്കിൽ? നമ്മളില്ലേ അവർക്ക് സന്തോഷമായിരിക്കും കുറെ അല്ലേ? കാരണം നമ്മൾ അതിനെയൊക്കെ പിടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷേ നമുക്കോ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ഈ ചെടികളിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. മൃഗങ്ങളിൽ ജീവിക്കാൻ പറ്റുകയില്ല. അപ്പൊ മനുഷ്യനിതെല്ലാം ആവശ്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ ഇതിനെ കാണുമ്പോൾ, ഓരോ ചെടിയെ കാണുമ്പോൾ, ഓരോ മരത്തെ കാണുമ്പോൾ, ഓരോ കിളിയെ കാണുമ്പോൾ നമ്മൾ മനസ്സിലെങ്കിലും ഒന്ന് വന്ദിക്കണം അല്ലേ? ബഹുമാനിക്കണം അതിനെ. കാരണം അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? നമ്മളെ അതിന് ഇതെന്നാ പൂച്ചയല്ലേ, പട്ടിയല്ലേ, ഇതെന്നാ കാക്കയല്ലേ എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ തള്ളിപ്പറയരുത്. എല്ലാം നമ്മുടെ ജീവിതത്തിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന സംഗതികളാണ്. അതുകൊണ്ട് വളരെ ബഹുമാനത്തോടുകൂടി ചെടികളോടും പൂക്കളോടും മനുഷ്യരോടും എല്ലാം നമ്മൾ പെരുമാറുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും, അവർക്കും സന്തോഷം ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ ദിവസം ഇവിടെ വരാനും
നിങ്ങൾ എല്ലാവരെയും കാണാനും സന്തോഷിക്കാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരോടും, പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സഹോദരങ്ങളായ നിഷ്ഠയോടും കൂട്ടുകാരോടും വിനയനോടും ഒക്കെ ഇവിടുത്തെ നിങ്ങളെ സ്നേഹിക്കുന്ന ഈ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. സ്നേഹക്കൂട് ഈ ലോകത്തിന് മുഴുവൻ ഒരു സ്നേഹക്കൂടായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷകരമായ ക്രിസ്മസ് ആശംസകൾ. അർത്ഥമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ശരിയല്ലേ? പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾ അകത്തളങ്ങളിലും പെട്ട് ഭർത്താവ് മക്കള് എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടിയിട്ട് ജീവിതത്തിലെ മുഴുവൻ സമയവും കഷ്ടപ്പെട്ട് ഒരിഞ്ഞു തീരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് സ്ത്രീകൾ എല്ലാ മേഖലകളിലേക്കും എത്തിക്കഴിഞ്ഞു. അല്ലേ? എത്താത്ത ഏതെങ്കിലും ഒരു മേഖല ഉണ്ടോ? വിമാനം പറപ്പിക്കുന്ന ഉൾപ്പെടെ എല്ലാ മേഖലകളിലേക്കും, തെങ്ങ് കയറാൻ ഉൾപ്പെടെ സ്ത്രീകൾ എല്ലാ മേഖലകളിലേക്കും എത്തിക്കഴിഞ്ഞു. അതിന് വളരെ വലിയൊരു സന്തോഷം തോന്നിയൊരു കാര്യമായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ അർച്ചന വുമൻസ് സെന്ററിൽ ചെന്നപ്പോൾ, അർച്ചന വുമൻസ് സെന്ററിന്റെ മേഡം ഇവിടെ വന്നിട്ടുണ്ട്. ത്രേസ്യാമ്മ മേഡം നമ്മളെല്ലാം കണ്ടിട്ടില്ലേ? കോവിഡ് സമയത്ത് നമുക്ക് പൽപ്പൊടി കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു. അപ്പൊ ഈ ത്രേസ്യാമ്മ മേഡം ചെയ്യുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്വയം തൊഴിൽ പഠിപ്പിക്കുക എന്നുള്ളൊരു വലിയ കാര്യമാണ് ചെയ്യുന്നത്. അർച്ചന വുമൻസ് സെന്റർ. അപ്പൊ അവിടെ ചെന്നപ്പോ 3000-ഓളം സ്ത്രീകളെ അവര് പഠിപ്പിക്കുന്നത് പുരുഷന്മാര് കൈവച്ച മേഖലകളായിരുന്നു. 4 നില ബിൽഡിങ്ങുകൾ സ്ത്രീകൾ പണിതത് കണ്ടപ്പോ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പറ്റുമോ? അമ്മമാരാണോ ചോദിക്കുന്നത്? പറ്റുമോ? നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ മേഡമായിട്ട് സംസാരിച്ചു. മേഡം ഇതെല്ലാം കൊണ്ടുപോയി കാണിച്ചപ്പോ എന്നോട് പറഞ്ഞു, നിഷേ ഇത് ഇവിടുത്തെ സ്ത്രീകൾ പണിത ബിൽഡിംഗ് ആണിത്. പുരുഷന്മാര് പണിയുന്ന അതേ രീതിയിൽ ഒരു മാറ്റവും ഇല്ലാതെ ഈ 3-ാം നിലയും 4-ാം നിലയും ഒക്കെ കയറി ഒരു പുരുഷന്റെ പോലും കൈ പിടിക്കാതെ സ്ത്രീകളുടെ കൈകൾ മാത്രം കൊണ്ട് പണിത ആ ഒരു ബിൽഡിംഗ് കണ്ടപ്പോൾ ശരിക്കും മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നിയത്. സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് മേളിൽ അല്ല, സ്ത്രീകളെന്നൊന്നും അല്ല ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. സമത്വം എന്ന് പറയുന്ന ആ ഒരു വാക്കിലേക്കും ഞാനൊന്നും പോകുന്നില്ല. പക്ഷെ അവിടെ പണിത ആ ഒരു ബിൽഡിംഗ് കണ്ടപ്പോഴും ശരിക്കും സ്ത്രീകൾക്ക് ഇതിലൊക്കെ ചെയ്യാൻ സാധിക്കുന്നല്ലോ എന്ന വലിയൊരു സന്തോഷം തോന്നി. 3000-ഓളം സ്ത്രീകളെ സ്വയം തൊഴിൽ സംരംഭകരാക്കി മാറ്റാനും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വന്തമായി ഒരു വരുമാനം ലഭിച്ച് പുരുഷന്മാർക്കൊപ്പം തന്നെ വീട്ടിലെ കാര്യങ്ങളൊപ്പം നിന്ന് നടത്താനും, അല്ലെ? ഇന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾക്കിടയിൽ പുരുഷന്മാരൊരാളെ കൊണ്ട് തന്നെ, ഒരു കുടുംബനാഥനെ കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ചെലവുകൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പം അവിടെ ഒരു സ്ത്രീയുടെ കൂടെ സഹായം ഉണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും, അല്ലെ? അപ്പം ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ഇന്ന് പോകുന്നു. എല്ലാ വീടുകളിലും ഭർത്താക്കന്മാർക്കൊപ്പം ഭാര്യമാരും തന്നെ എന്തെങ്കിലുമൊക്കെ ജോലികളിൽ പെടുന്ന രീതിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കുടുംബശ്രീ വഴി ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കൈത്തൊഴിലുകള്, സ്റ്റിച്ചിങ് യൂണിറ്റുകള്, ഒരുപാട് കാര്യങ്ങൾ, അച്ചാർ നിർമ്മാണം വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന, അതിനൊക്കെ ചെറിയ ചെറിയ ലോണുകൾ കൊടുത്തുകൊണ്ട് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സംരംഭകരാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ 18 വയസ്സിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഇറങ്ങിയപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നു. കാരണം ഒരു ചെറിയ പെൺകുട്ടി ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ പോകുന്നു, ഇവർക്ക് തലയ്ക്ക് വട്ടാണോ, ഇവൾ എന്ത് ഭാവിച്ചിട്ടാണ്, ഭയങ്കരമായിട്ടുള്ള കളിയാക്കും, ഭയങ്കരമായിട്ടുള്ള പരിഹാസങ്ങളുടെയും ഇടയിൽ പിന്തിരിഞ്ഞു നോക്കാതെ ഞാൻ എന്ത് ചെയ്തു? മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നമ്മൾ ചെവിയെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? നമ്മൾ നമ്മളുടെ സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ? മറ്റുള്ളവർ പറയുന്ന കേട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതം സക്സസ് ആകാൻ പറ്റില്ലെന്ന് മനസ്സിലായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനമാണ് ഇതുപോലെ ഒറ്റപ്പെട്ടവരെ സംരക്ഷിക്കുക എന്നുള്ളത്. വളരെ വർഷക്കാലം പത്രാപുരം ഗാന്ധിഭവനിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ആളുകളെ കൊണ്ടാക്കി. അതിനുശേഷമാണ് 7 വർഷങ്ങൾക്ക് മുമ്പ് വളവാതൂര് ഇതുപോലെ സ്നേഹം കൂടുന്ന ഒരു സ്ഥാപനം എടുത്തത്. ഇവിടെ കുറെ അച്ഛനമ്മമാർ, ആദ്യമായുള്ള മാര്യമയ്ക്കൊക്കെ അറിയാം, നമ്മള് അതിന്റെ ഒരു വരുമാന മാർഗത്തിനായിട്ട് പലരുടെയും മുന്നിൽ പലപ്പോഴും കൈനീട്ടുമ്പോൾ ഒരുപാട് അവഹേളനങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടിയിട്ട് പലരുടെയും മുന്നിൽ എത്തുമ്പോൾ വേറെ പണിയൊന്നുമില്ല, എന്തെല്ലാം കാര്യങ്ങൾ അല്ലാതെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് അവഹേളനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ തീരുമാനിച്ചു മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ എങ്ങനെ സ്വന്തമായിട്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും.
ആ ഒരു ചിന്തയിൽ നിന്നാണ് ഒരു ചെറിയൊരു ബജിക്കട എന്നുള്ള ഒരു ഇതില് റോഡ് സൈഡില് ഞാൻ ഒരു തട്ട് വെച്ചിട്ട് ഒരു തമിഴിനെയും കൂടെ നിർത്തിയിട്ട് ഞങ്ങൾ ബജിക്കട സ്റ്റാർട്ട് ചെയ്തത്. ബജിക്കട മീൻസ് അറിയത്തില്ല, നമ്മള് മുളക് ബജി 2 ദിവസമേ അത് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പൊ തന്നെ ഒരുപാട് ആളുകൾ സ്നേഹക്കൂട അഭയമന്ദിരത്തിന്റെ ബോർഡൊക്കെ വെച്ചിട്ട് ചെയ്തപ്പോ ഒരുപാട് ആളുകൾ ഈ ബജിക്കടയിലേക്ക് ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ വേറൊരു ആശയം, നമ്മൾ ഓരോരോ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ടല്ലേ എപ്പോഴും ചിന്തിക്കണ്ടേ. അപ്പൊ കഞ്ഞിയും കപ്പയും എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു. ഒരുപാട് ഹോട്ടലുകളിൽ കിട്ടാത്തൊരു സംഭവമല്ലേ കാച്ചിൽ പുഴുങ്ങിയത്, ചേമ്പ് പുഴുങ്ങിയത്, കഞ്ഞിയും പയറും കഞ്ഞിയും മുളകും, ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് എന്റെ മനസ്സിലേക്ക് വന്നപ്പോ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് നമ്മൾ ആ തട്ടുകട ആ ബജിക്കട അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെയോട്ട് 2 ടെന്റ് ഇട്ടിട്ട് അവിടെ കഞ്ഞിയും കപ്പയും എന്നുള്ള ഒരു രീതിയിൽ സ്നേഹക്കൂട ഫേമത്തിലെ കഞ്ഞിയും കപ്പയും എന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഫാദർ അവിടേക്ക് കഞ്ഞി കുടിക്കാനായിട്ടും നമ്മുടെ കപ്പ കഴിക്കാനായിട്ടും ഒക്കെ എത്തി. അവിടെ വെച്ചിട്ടാണ് ഫാദറിനെ പരിചയപ്പെടുന്നത്. അപ്പൊ അന്ന് അവിടെ പരിചയപ്പെട്ട ഓർമ്മയിൽ ഫാദർ ഇവിടെ എത്തി നിന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് അഭിമാനമില്ല. കാരണം അന്ന് നമ്മള് കഞ്ഞിയും കപ്പയും ചേമ്പും കാച്ചിലും ഒക്കെ കിട്ടുന്ന ഒരൊറ്റ സ്ഥലങ്ങളില്ല. ചേമ്പ് പുഴുങ്ങിയതും കാച്ചിൽ പുഴുങ്ങിയതും ഒക്കെ ഇലക്കകത്ത് വട്ടയിലക്കകത്ത് ഈ പച്ചമുളക് ഇടിച്ചതും ഒക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ ഈ പഴമയിലെ ഈ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയാണ് നിഷ ജോസ് കെ മണിയും ഒക്കെ നമ്മുടെ തട്ടുകളിൽ എത്തി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവരൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ആയി കിട്ടപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ കടയിലേക്ക് വന്നു. അപ്പൊ നമുക്ക് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാതെ ഉള്ള അച്ഛനമ്മമാർക്ക് ആഹാരം കൊടുക്കാനുള്ള ഒരു വരുമാനം നമുക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. പഴയ അമ്മമാർക്കറിയാം, അമ്മമാരാണ് അതിനകത്ത് കപ്പ പൊളിച്ചു തരുന്നത്, ചേമ്പ് ഒഴുകി തരുന്നത്, മുളകിന്റെ കൂട്ടുകളെല്ലാം പഴയ രീതിയിലുള്ള പുളിയൊക്കെ വെച്ചിട്ടുള്ള മുളകിന്റെ കൂട്ടുകളെല്ലാം പറഞ്ഞു തരുന്നത് ഈ അമ്മമാരായിരുന്നു. പകേശമ്മമാരും ഇവരെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വ്യത്യസ്തമായിട്ട് പഴമയിലേക്ക് തിരിച്ചു പോയപ്പോഴത്തേക്ക് ഹോട്ടലുകാർക്ക് വലിയൊരു ഭീഷണിയായി മാറി നമ്മുടെ തട്ടുകട. അപ്പൊ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. നമ്മളെ കടയോടൊന്ന് പൊളിപ്പിക്കാനുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ കുറെ അധികം വയറുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കടയും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 വർഷത്തോളം വിജയകരമായിട്ട് നമ്മളെ കട കൊണ്ടുപോകാൻ സാധിച്ചു. കോവിഡ് വന്നപ്പോഴാണ് നമ്മൾ അതിൽ നിന്നൊന്ന് മാറ്റി. കോവിഡ് വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിൽ പച്ചക്കറി എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്ന് നമ്മൾ അവിടുന്ന് അത് മാറ്റി പച്ചക്കറിക്കടയാക്കി നമ്മൾ 2-3 കടകളായി. അവിടെ നിന്ന് നമുക്ക് വരുമാനം കിട്ടാൻ തുടങ്ങിയപ്പോൾ നമുക്ക് മറ്റൊരാളുടെ മുന്നിൽ തെണ്ടുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റി. 100 പേർ എടുത്തു പോകേണ്ടത് 20 പേരിലേക്കാക്കി ബാക്കിയുള്ളത് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലേക്ക് വന്നു. ഇവിടെയൊക്കെ എന്റെ അമ്മ ഉൾപ്പെടെ എന്നെ പലപ്പോഴും കളിയാക്കിയിട്ടുണ്ട് ഫാദർ. കാരണം വഴിയിൽ കാരണം എന്റെ അച്ഛൻ KSRTC ജോലിക്കാരനായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഉണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ചു വന്നതാണ്. ഞാനൊരു ഫാഷൻ ഡിസൈനർ ആയിരുന്നു. 19 വയസ്സിൽ മുതൽ എനിക്ക് സ്റ്റിച്ചിങ് ഷോപ്പുകൾ സ്വന്തമായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഞാൻ ഈ വഴി സൈഡിൽ പോയിരുന്നു. 2015 ദേശീയ പുരസ്കാരമൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കഞ്ഞിയും കപ്പയും ഒക്കെ വിൽക്കാൻ വഴിയോരത്ത് ഈ അച്ഛനമ്മമാർക്കൊപ്പം ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ എന്താണ് പറയുന്നത്, ഒരുപാട് ആ സമയത്ത് പത്രമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വാർത്തകൾ, TV-യിലൊക്കെ ഒരുപാട് വാർത്തകളിൽ വന്നു. വഴിയരികിൽ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് കട നടത്തുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞ ഒരുപാട് വാർത്തകൾ വന്നു. ഇതെല്ലാം കണ്ടിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ സഹായിക്കാനായിട്ട് വന്നു. അപ്പൊ ഇങ്ങനെ ഈ കട നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ അമ്മ ഉൾപ്പെടെ എന്നെ ഒരുപാട് അവഹേളിച്ചു. കാരണം ഈ വഴി സൈഡിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കച്ചവടം നടത്തുന്നതൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാർക്ക് നാണക്കേട്, കുടുംബക്കാർക്ക് നാണക്കേട്. പക്ഷെ അതൊന്നും പിന്തിരിയാനായിട്ട്, 1 ഇഞ്ച് പോലും പിന്തിരിയാനായിട്ട് ഞാൻ നിന്നില്ല. പക്ഷെ എന്റെ കട വലിയ രീതിയിൽ വന്നപ്പോൾ എന്റെ അമ്മ തന്നെ അവിടെ വന്ന് ക്യാഷറായിട്ട് ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ട് വന്നു. അപ്പൊ അങ്ങനെ വന്നു. അതിനുശേഷം നമ്മളെ ആ കടകളെല്ലാം സക്സസ് ആയി. കോവിഡ് വന്നപ്പോഴും നമ്മൾ പച്ചക്കറിയിലേക്ക് മാറി. അതിനുശേഷം നമ്മൾ സ്നേഹക്കൂട് കിച്ചണിന് കോടുമുതയിൽ ഒരു ചട്ടിച്ചോറെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. 70 രൂപയ്ക്ക് ചട്ടിക്കകത്ത് ചോറും മീനും മുട്ടയും എല്ലാം ചേർത്തിട്ട് കൊടുക്കുന്ന ചട്ടിച്ചോറ് വൻ വിജയമായി. കോട്ടയം ടൗണിൽ ആദ്യമായിട്ട് ചട്ടിച്ചോറും പിന്നെ ഈ കിഴി പൊറോട്ട ഒക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ കടയായിരുന്നു. അപ്പൊ നമ്മൾ ഹോട്ടലായിട്ടായി. ആ ഹോട്ടലിൽ ഒരു 10-25ഓളം ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കത്തക്ക രീതിയിലായി. അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ പോലീസുകാർ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ വന്നിട്ട് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ കടയിൽ വന്നിട്ട്. കാരണം എന്താ വെച്ചാൽ ഇരിക്കാൻ സീറ്റില്ലാതിരുന്നപ്പോൾ. അപ്പൊ TV ടോം ഉൾപ്പെടെ പല സിനിമാ താരങ്ങളും എത്തി നമ്മുടെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവരെല്ലാം ഇവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ചട്ടിച്ചോറ് കഴിക്കാനായിട്ട് എത്തുന്ന ആളുകൾ കൂടി തുടങ്ങി.
അങ്ങനെ നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ തിരക്കുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡും മോചിച്ച് നിൽക്കുന്ന കാലം അവിടുത്തെ സ്റ്റാഫ് എല്ലാം ഇവിടെ തന്നെയായിരുന്നു സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ഈ കോവിഡ് ഈ അച്ഛനമ്മമാർക്ക് സ്നേഹക്കൂടിലേക്ക് പകരുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് നമ്മൾ അവിടുന്ന് തിരക്ക് കൂടി കട നിർത്തിയ ഒരൊറ്റ കടയാണ് സ്നേഹക്കൂടി കിച്ചൺ. സാധാരണ എല്ലാവരും തിരക്കില്ലാതെയല്ലേ കടകൾ ക്ലോസ് ചെയ്യുന്നത് അല്ലേ? തിരക്ക് കൂടിയിട്ട് നമുക്ക് ആളുകളെ മാനേജ് ചെയ്യാൻ പറ്റാത്തത്ര രീതിയിലേക്ക് വന്നപ്പോ കട നിർത്തിയതാണ് നമ്മുടെ സ്നേഹക്കൂടി കിച്ചൺ. അപ്പം അവിടെ നിന്നും ഇപ്പോഴും നമ്മൾ ഓരോരോ രീതിയിൽ കഴിയുന്നത് മറ്റുള്ളവരുടെ അടുത്ത് കൈ നീട്ടാത്ത രീതിയിൽ നമുക്ക് ഇവിടെയുള്ള ആളുകളെ സംരക്ഷിക്കാനായിട്ടാണ് നമ്മൾ മുന്നോട്ട് ശ്രമിക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്തോ ഇത്രയും അച്ഛനമ്മമാർ വന്ന് കുറെ ആളുകൾ കിടക്കുന്നവരായി, കുറെ ജോലിക്കാർക്ക് പൈസ കൊടുക്കണം, 2 വാടക ബിൽഡിംഗ് കൊടുക്കണം. അപ്പൊ നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എപ്പോഴും പലരെയും നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായിട്ട് സ്ഥലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സ്വയം തൊഴിൽ സംരംഭങ്ങളിലൂടെ നമുക്ക് ജീവിക്കാനുള്ള മാർഗം കണ്ടെത്താനൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം അച്ഛൻ ആ ഒരു ഓർമ്മ പങ്കുവച്ചപ്പോഴാണ് ഞാൻ പുതുതായിട്ട് വന്ന അച്ഛനമ്മമാർക്ക് കൂടി മനസ്സിലാകാനായിട്ടാണ് പഴയ ഈ ഒരു കഥയിലേക്ക് തിരിച്ചു പോയത്. അപ്പം ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? പരിശ്രമിച്ചാൽ വിജയിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഞാൻ എപ്പോഴും നമ്മുടെ സ്റ്റാഫിന്റെ അടുത്ത് ഉൾപ്പെടെ നമ്മുടെ കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് കഴിയാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. പക്ഷെ അതിനെന്ത് വേണം? നല്ല ക്ഷമ വേണം, പരിശ്രമിക്കണം. 18 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഒരു സമുദായം, ഇതൊരു മതേതര കൂട്ടുകുടുംബമാണ്. ഫാദർ, ഇവിടെ ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിംസ് എല്ലാ മതസ്ഥരും ഇല്ലേ? പക്ഷെ ഇവിടെ ഒരു നിയമങ്ങളും ഇല്ല. എല്ലാ മതസ്ഥരുടെയും പ്രാർത്ഥിക്കാം. ഇവിടെ ബാക്കിയുള്ള എല്ലാ ദൈവങ്ങളും ഉണ്ട്. അപ്പൊ ഞാനൊരു ശ്രീനാരായണീയ വിശ്വാസിയാണ്. ഗുരുദേവൻ പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനൊരു ഈഴവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷെ 18 വർഷങ്ങൾക്ക് ശേഷം 18 വർഷത്തോളമായിട്ട് എന്റെ സമുദായം ഒരു അംഗീകാരവും തന്നിട്ടില്ല. എന്നെ വളരെ പുച്ഛത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നും 18 വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ എന്റെ സമുദായം വിളിച്ച് എന്നെ ആദരിച്ചുകൂടെ. അപ്പൊ അതിന് എത്ര കാലം എടുത്തു? 18 വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ട് നമ്മളെ തിരിച്ചറിയാൻ നമ്മുടെ ആളുകൾ നമ്മളെ അംഗീകരിച്ചു തുടങ്ങും. അപ്പോഴും ഞാൻ അവിടെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം, ഞാൻ ഇവിടെ നടത്തുന്നത് ഗുരുദേവൻ പറയുന്ന വാക്കുകൾ, ഒരു മതം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതിയെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ആ വലിയ വാക്കുകൾ മനസ്സിൽ ഉൾക്കൊണ്ട് ഒരു മതേതര കൂട്ടുകുടുംബമായിട്ടാണ് ഈ കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് നമ്മുടെ സ്നേഹകൂടമന്ദിരം സ്ഥിതി ചെയ്യുന്നത്. ഞാനൊരു ഈഴവ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണെന്ന് പറഞ്ഞ് ഞാൻ 24 മണിക്കൂർ നിങ്ങളോട് ദൈവദർശനം ചെല്ലാൻ പറയുന്നുണ്ടോ? ഉണ്ടോ? ചിലവന്മാരാ. ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഏത് മതത്തിൽ ജീവിച്ചു, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചു, ആ മതത്തിൽ തന്നെ നിങ്ങൾ ജീവിച്ചു മരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുക. ഇവിടെ വരുന്ന ഇതുവരെ മരിച്ച 3 മതസ്ഥരായിട്ടുള്ള അച്ഛനമ്മമാരെയും അവരുടെ മതാചാര ചടങ്ങുകൾ പ്രകാരമാണ് ഇവിടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഹിന്ദു മതത്തിൽ ജനിച്ച ആളാണെങ്കിൽ അവരുടെ മതാചാര പ്രകാരം കർമ്മങ്ങൾ ചെയ്യും. ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ച ആളാണെങ്കിൽ ഒരു ഫാദറിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രയറൊക്കെ നടത്തിയിട്ട് ആ രീതിയിൽ ചെയ്യും. മുസ്ലിം മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ അവരുടെ പള്ളി ഏതെന്നാൽ അവിടെ കൊണ്ടുപോയി കബറടക്കി ആ രീതിയിലാണ് നമ്മളിവിടെ കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പറയാൻ പറ്റും നമ്മളുടേതൊരു മതേതര കുടുംബമാണ്. ഇവിടെ ജാതിയോ മതമോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇവിടുത്തെ ജോലിക്കാരോ ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം അല്ലെ 3 മതസ്ഥരും പെട്ട ആളുകളാണ് ഇവിടുത്തെ ജോലിക്കാരും. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ക്രിസ്മസും ഓണവും വിഷുവും റംസാനും എല്ലാം ആഘോഷങ്ങളാണ് അല്ലെ. അപ്പം ക്രിസ്മസ് ദിവസം നമുക്കിവിടേക്ക് വന്നൊരു ഗിഫ്റ്റാണ് നമ്മുടെ ഫാദർ. അപ്പൊ വളരെ സന്തോഷത്തോടുകൂടി ഫാദർ വലിയൊരു കാര്യം നമ്മളെ ഇവിടെ കാണിച്ചു തന്നു അല്ലെ. എപ്പോഴെങ്കിലും നമ്മൾ ഒരിക്കലും ചിന്തിച്ചു പോയില്ലാത്തൊരു കാര്യമാണ്. ഫാദറോട് ഇത് കാണിച്ചപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നാളെ മുതൽ തീർച്ചയായിട്ടും രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. ചെമ്പരത്തി വീട്ടിലുണ്ട്. അപ്പൊ ചെമ്പരത്തി ഇട്ട് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് കുടിക്കാൻ വല്ല പാടുണ്ടോ? അപ്പൊ നമ്മൾ മറ്റുള്ളവർ പറയുന്ന ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫോളോ ചെയ്യണം അല്ലെ. ഇങ്ങനെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മളുടെ ശരീരത്തിന് ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മുന്നോട്ട് ഉപയോഗിക്കണം. കാപ്പി മാറ്റി രാവിലെ നമുക്ക് എല്ലാവർക്കും ഈ വെള്ളം ഒഴിച്ചു നോക്കാം. അതിനുള്ള മാർഗം നമുക്ക് ചെമ്പരത്തി ഒപ്പിക്കുന്ന കാര്യം എങ്ങനെയായാലും നമുക്കൊന്ന് ശരിയാക്കാം. അപ്പൊ വളരെ സന്തോഷത്തോടു കൂടി ക്രിസ്മസ് ദിവസങ്ങൾ സാധാരണ ഫാദറിനെ പോലുള്ളവർക്ക് ഒരുപാട് തിരക്കുകളും ഒരുപാട് വീടുകൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആ തിരക്കിനിടയ്ക്ക് ഫാദർ വന്നിരിക്കുന്നത് ഫാദറിന്റെ മോളുടെയും കൊച്ചുമക്കളുടെയും കൂടിയാണ്. അത് നമുക്ക് വലിയൊരു ഗിഫ്റ്റ് ആണ് അല്ലെ. ഇവരെ ഒരുമിച്ച് കാണാൻ പറ്റി. വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഫാദർ പറഞ്ഞത്
അവരുടെ മനസ്സിൽ ഓർത്തിരിക്കും ഈ ക്രിസ്മസ് സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാരോടൊപ്പം വന്നിരുന്ന് ഇവർക്കൊപ്പം ആഘോഷിക്കാൻ പറ്റിയത് അവർ വലിയൊരു ഇതായിട്ട് ഓർത്തിരിക്കും എന്നാണ് അച്ഛൻ ഫാദർ പറയുന്നത്. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന്റെ വീട് അവിടെയാണ്. അവിടെ ലോ കോളേജിൽ പഠിപ്പിക്കുകയാണ്. വലിയ സന്തോഷം നിങ്ങൾ എല്ലാവരുമായിട്ട് ഇന്ന് ഇവിടെ ക്രിസ്മസിന് കൂടാൻ പറ്റിയത്. അതിലും കൂടുതൽ എൻ്റെ കുട്ടികളുമായിട്ട് ഇവിടെ വരാൻ ഒത്തൊരു അവസരത്തിന് ഒത്തിരി ഒത്തിരി നന്ദി. അപ്പം നമുക്കിനി നമ്മുടെ എല്ലാവർക്കും പഠിച്ചൊരു പാട്ട് ഇല്ല ചേച്ചില്ലേ, നമുക്കൊരു കലോകാരം പഠിച്ചെല്ലാവരുടെ ഒരു പാട്ട് പാടാം. പിറന്നവനേ കരുണ നിറഞ്ഞവനേ കരളിലെ ചോരയാൽ പാലിന്റെ ഭാവങ്ങൾ കഴുകിക്കളഞ്ഞവനേ കരളിലെ ചോരയാൽ പാലിന്റെ ഭാവങ്ങൾ കഴുകിക്കളഞ്ഞവനേ അടിയങ്ങൾ നിന്നോളം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അടിയങ്ങൾ നിന്നോളം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ. അപ്പം ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന ഫാദറിന് സ്നേഹകുടുംബത്തിന്റെ ഒരു ചെറിയ ഉപഹാരം എല്ലാവർക്കും നമ്മൾ നൽകുന്ന പോലെ ഒരു ചെറിയ ഉപഹാരം നൽകുകയാണ്. മഹാത്ഭുതമാണ് കേട്ടോ. അപ്പൊ ഈ അത്ഭുതമാണ് നിങ്ങൾ ഈ സ്നേഹക്കുറിച്ച് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഇതിന്റെ അത്ഭുതം മക്കളാ ബെല്ലൂടെ നട്ടിട്ട് വേണേ പോവാന്.